ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യു ആർ ബൈ റിനു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അരി കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എള്ളുണ്ടയുടെയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരി ഉണ്ടയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു 15 മിനിറ്റ് നേരം അരി കുതിർത്താൻ വെച്ചിട്ട് അത് നന്നായിട്ട് വെള്ളം വറുത്തിട്ട് അത് വറുത്തെടുക്കുകയാണ്. ഞാനിവിടെ നെല്ലുത്തരിയാണ് എടുത്തിരിക്കുന്നത്. അരി കുതിർത്താണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് കുതിർത്തിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് അരിയുണ്ട, അതുപോലെ തന്നെ എള്ളുണ്ടയൊക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എള്ളുണ്ടയുടെ റെസിപ്പിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാണാത്തവർ പോയിട്ട് കണ്ടു നോക്കി നോക്കുക. അതുപോലെ തന്നെ അരി വറുക്കുമ്പോൾ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഫസ്റ്റ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവണ വരെ ഫ്ലെയിം കൂട്ടി വെക്കാം. പിന്നെ എന്നിട്ട് അത് ബ്രൗൺ കളറായി വരുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ചിട്ടിട്ടാണ് അത് വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ അരി വറുത്ത പാകമായിട്ടുണ്ട്. ഇത് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കേൾക്കുന്നുണ്ടാവും, അതിങ്ങനെ പൊട്ടുന്ന സൗണ്ട് നന്നായിട്ട് കേൾക്കാം. അതുപോലെ തന്നെ നല്ല കളറ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബെല്ലാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചസാര യൂസ് ചെയ്യാനായിട്ടും ഒന്നുകൂടി ടേസ്റ്റിയാണ് നമ്മളിതിൽ ശർക്കര യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശർക്കര ഉരുക്കണം. അതിൽ നമുക്ക് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം അധികം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ അരിയുണ്ട ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഉണ്ടയുടെ ഒരു പാകമായിട്ട് വരില്ല, കുഴമ്പായിട്ട് വരും. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കണക്ക് നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് മാത്രം അത് ഉരുകാൻ വേണ്ടി ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അത് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മെൽറ്റാക്കി എടുക്കുക. കുട്ടികൾക്കാണെങ്കിൽ ഈ ശർക്കരയായിട്ട് നല്ലത് ഈ പനങ്കൽക്കണ്ടാണ്. അതാകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തിയാണ്. ശർക്കര ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളത് മെൽറ്റായിട്ട് വരും, അധികം ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ ഒരുവിധം ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ശർക്കരയിലൊക്കെ എന്തെങ്കിലും അഴുക്കുണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ അത് ഒരുവിധം അഴുക്കൊക്കെ മാറിക്കിട്ടും. നമുക്ക് അരിയുണ്ട ഉണ്ടാക്കുമ്പോൾ ഈ ഷുഗർ വെച്ചിട്ട്, അതുപോലെ തന്നെ ഈ വെല്ലം, ശർക്കര വെച്ചിട്ട്, പനങ്കൽക്കണ്ട വെച്ചിട്ട് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നല്ല ഒന്നുകൂടി ടേസ്റ്റ് വരാം ഈ വെല്ലം, അതായത് ശർക്കര വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഇനി അടുത്തത് ഏലക്കായും അതുപോലെ തന്നെ നല്ല ജീരകവും കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിന് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ടിട്ട് പൊടിക്കുമ്പോൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടും. ഏലക്കായ അതുപോലെ തന്നെ ഈ നല്ല ജീരകമൊക്കെ നല്ല സ്മെല്ലിനും നല്ലൊരു ഫ്ലേവറാണ്. പഞ്ചസാര ഇടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ പനങ്കൽക്കണ്ട ഇട്ടിട്ടും പൊടിച്ചെടുക്കാൻ പറ്റും. ഞാനിതിൽ പഞ്ചസാരയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് പൊടിച്ചെടുക്കണം വേണ്ടത്. നമ്മൾ മുന്നേ മാറ്റി വെച്ച അരിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ കപ്പലണ്ടി, ഇത് രണ്ടും ചേർക്കാൻ പറ്റും. ഞാനിതിൽ ഹാഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 800 ഗ്രാമാണ് അരി എടുത്തിരിക്കുന്നത്. അതിലേക്ക് 500 ഗ്രാം അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കപ്പലണ്ടിയും കൂടെ 500 ഗ്രാം എടുത്തിട്ടുണ്ട്. കോക്കനട്ട് 400 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോരോ ട്രിപ്പായിട്ട് പൊടിച്ചിട്ട് ഒരു വലിയൊരു ട്രേയിലേക്ക് ആണ് നമ്മളിത് പൊടിച്ചിട്ട് ഇടേണ്ടത്. കാരണം നമ്മൾ അതിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ പാത്രത്തിൽ എടുക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒക്കെ പുറത്ത് പോകും. അതുകൊണ്ട് നമ്മൾ വലിയൊരു ട്രേയോ അല്ലെങ്കിൽ ഒരു വലിയ കുണ്ടുള്ളൊരു പാത്രമോ എടുത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്യാം. അങ്ങനെ എല്ലാം പൊടിച്ച് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടിയും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കപ്പലണ്ടി ഉണ്ട്, അപ്പോൾ അതും കൂടെ പൊടിച്ച് ഇനി അതിലെല്ലാം കൂടെ നമ്മൾ മിക്സിങ്ങാണ് അടുത്ത പണിയുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചിരകിയ തേങ്ങ ഇടണം. ഒരു 500 ഗ്രാം തേങ്ങയാണ് നമ്മളിതിൽ ഇട്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കായും പഞ്ചസാര ആയിട്ടുള്ള പൗഡർ ഇതിലേക്ക് ഇടാം. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ഒരു സാധനം ടേസ്റ്റ് വരാൻ വേണ്ടി ചേർക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, കുറച്ച് പാൽപ്പൊടിയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പാൽപ്പൊടി ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. നിങ്ങളിനി ഉണ്ടാക്കി നോക്കുമ്പോൾ അതുപോലെ തന്നെ കുറച്ചൊരു പാൽപ്പൊടിയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് നോക്കി നോക്കും കേട്ടോ. ഞാനപ്പോൾ ഇതിലേക്ക് ഒരു 50 ഗ്രാമോളം പാൽപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചല്ലാതെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിടണം. അത് ഞാൻ ഈ വീഡിയോയിൽ ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കരയും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അരിയുണ്ട ആയാലും എള്ളുണ്ട ആയാലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണിയുള്ളത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ ബോളാക്കി എടുക്കില്ലേ, ഉണ്ടാക്കി എടുക്കണതാണെന്ന് തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ പണിയുള്ളത്.
അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊക്കെ ബോളാക്കിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് ഓരോ ബോളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ വെള്ളം കൂടാതെ നോക്കണം. അതായത് നമ്മൾ വെള്ളം ശർക്കര ഒരുക്കുമ്പോൾ വെള്ളം കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. വെള്ളം ഒട്ടും കൂടാണ്ട് നോക്കണം. പിന്നെ നമ്മൾ ശർക്കര നമ്മൾ പാകത്തിന് മധുരം ഓരോരുത്തർക്കുള്ള മധുരം അനുസരിച്ചിട്ട് അതിലൊഴിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഉണ്ടകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ നമുക്കിനി ഇത് പാക്ക് ചെയ്യണം. നമ്മൾ സ്റ്റോളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് പാക്ക് ചെയ്തിട്ടല്ലേ കൊണ്ടുപോകുക. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്യണം. ഇത് നമുക്കൊരു 2 വീക്സ് വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റോളിൻ്റെ വീഡിയോ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ കാണാം. അപ്പോൾ താങ്ക് യു.